ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങളിലെ നാലാമത്തെ ധർമ്മമാണ്. അതായത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലെ നാലാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ഡയറക്റ്റിങ്ങിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാനേജ്മെൻറ്റിൻ്റെ 3 ഫംഗ്ഷനുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. 3 ധർമ്മങ്ങൾ ഏതൊക്കെയാണത്? ഒന്ന് പ്ലാനിങ് അഥവാ ആസൂത്രണം അല്ലേ, രണ്ടാമത്തെ ഓർഗനൈസിങ് സംഘാടനം, മൂന്നാമത്തെ സ്റ്റാഫിംഗ് ആണ് അല്ലേ, യോഗ്യരായ തൊഴിലാളികളെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് സ്റ്റാഫിങ്. നാലാമത്തേതാണ് ഡയറക്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ നൽകുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. നിർദ്ദേശങ്ങൾ നൽകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, സംവിധാനിക്കുക, അതുപോലെ നിർദ്ദേശങ്ങൾ നൽകുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഡയറക്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫംഗ്ഷൻ ദാറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിൽ എന്ത് ചെയ്യുന്നു? പ്രവൃത്തി തുടങ്ങുന്ന ഘട്ടമാണിത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ഘട്ടമായ പ്ലാനിങ്ങിൽ ആസൂത്രണം ചെയ്യുന്നതേ ഉള്ളൂ, പ്ലാൻ ചെയ്യുന്നതേ ഉള്ളൂ. രണ്ടാമത്തേൽ ഓർഗനൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയെല്ലാം, അധികാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും എല്ലാം ക്ലിയറായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, സംഘടിപ്പിക്കുന്നേ ഉള്ളൂ. മൂന്നാമത്തെ സ്റ്റാഫിങ്ങിലായാലോ ആവശ്യമായ തൊഴിലാളികളെ കണ്ടെത്തുകയേ ഉള്ളൂ, അവർക്കുള്ള ട്രെയിനിങ് ഇതൊക്കെ കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനം തുടങ്ങുന്നില്ല. പക്ഷേ ഡയറക്റ്റിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഈ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദാറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ, പ്രവൃത്തിയെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഒരു പ്രവൃത്തിക്ക്, ബിസിനസ് സ്ഥാപനത്തിലെ ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുന്നതായ മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ഓക്കെ, ആസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഡയറക്റ്റിംഗ് കൺസേൺഡ് വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, നിർദ്ദേശങ്ങൾ നൽകുക, ഗൈഡിങ്, ആൾക്കാരെ ഗൈഡ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഇൻസ്പയറിംഗ്, പ്രേരിപ്പിക്കുക, ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്, ഒരു സ്ഥാപനത്തിൻ്റെ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക, നിർദ്ദേശങ്ങൾ നൽകുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക, അതുപോലെ അവരെ പ്രേരിപ്പിക്കുക, ഇൻസ്പയർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഡയറക്റ്റിങ്ങിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡയറക്റ്റിംഗ് ഇൻ ദിസ് വേ ഈസ് ദ ഹേർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ ഹൃദയം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇൻ ആക്ഷൻ, പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഹൃദയമായിട്ട് പരിഗണിക്കുന്നത് എന്താണ്? ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓൾ മാനേജേഴ്സ്, ഈസ് ആൻ ഓൺ ഗോയിങ് ആക്ടിവിറ്റി. ഒരു സ്ഥാപനത്തിലെ എല്ലാ മാനേജേഴ്സിൻ്റെയും ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇത് ഡയറക്ഷൻ എന്നറിയപ്പെടുന്നത്. ഈസ് ആൻ ഓൺ ഗോയിങ് ആക്ടിവിറ്റി. ഡയറക്ഷൻ ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. ഡയറക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ എന്നറിയപ്പെടുന്നത്. ഡയറക്ഷൻ സെർവ്സ് ലിങ്ക് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിൻ്റെയും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ടാണ് ഡയറക്ഷനെ നമ്മൾ പരിഗണിക്കുന്നത്. പ്ലാനിങ്, ആസൂത്രണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ടാണ് ഡയറക്ഷനെ പരിഗണിക്കുന്നത്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അവിടെ പ്രവർത്തനം, ആക്ഷൻ ആവശ്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യത്തെ കൃത്യമായി നടപ്പിൽ വരുത്തണമെങ്കിൽ ഡയറക്ഷൻ അത്യാവശ്യമാണ്. അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിലും, ആ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിലും ഡയറക്ഷൻ അത്യാവശ്യമാണ്. പിന്നെ പറയുന്നതോ, ഡയറക്റ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ദി പ്രോസസ്സസ് ആൻഡ് ടെക്നിക്സ് യൂട്ടിലൈസ്ഡ് ഇൻ ഇഷ്യൂയിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മേക്കിംഗ് സെർട്ടൈൻ ദാറ്റ് ഓപ്പറേഷൻ ആസ് ക്യാരിഡ് ആസ് പ്ലാൻഡ്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നൽകുക, മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുവാൻ ഉപയോഗിക്കുന്ന പ്രക്രിയകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ, അതിനെയൊക്കെ പറയുന്ന പേരാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. ആരാണ് പറഞ്ഞത്? തിയോ ഹൈമൻ പറഞ്ഞിട്ടുള്ളതാണ്. Directing is telling people what to do and seeing that they do it in the best of their ability. ഡയറക്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ആളുകളോട് പറയുക എന്നുള്ളതാണ്. വാട്ട് ടു ഡു, നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് തൊഴിലാളികളോട്, ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് വാട്ട് ടു ഡു. നിങ്ങളെന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ടെല്ലിംഗ് ആണെന്നറിയപ്പെടുന്നത്, ഡയറക്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. മാത്രമല്ല, സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. അവരോട് എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല, അതവർ കൃത്യമായിട്ട് അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതാണെന്ത്? ഡയറക്റ്റിംഗ് എന്നുള്ളത്. ആര് പറഞ്ഞതാണത്? ഏണസ്റ്റ് ഡെയ്ൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് നമുക്ക് നോക്കാം.
ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. ഇത് ചടുലമായിട്ടുള്ളൊരു ധർമ്മമാണ്. പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധർമ്മമാണ് ഡയറക്റ്റിംഗ്. ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ഇവിടെയാണ് ഒരു പ്രവൃത്തി തുടങ്ങുന്നത്. അതായത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പോളിസീസൊക്കെ, തീരുമാനങ്ങളൊക്കെ, ഒരു സ്ഥാപനമെടുത്ത തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രവൃത്തിയായിട്ട് മാറുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഘട്ടത്തിലാണ്. അതുപോലെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അതുപോലെ ഇറ്റ് പെർഫോംസ് ഇൻ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവലിലും, എല്ലാ തലങ്ങളിലും ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഇൻക്ലൂഡ് സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവിഷൻ ഉണ്ട്, മേൽനോട്ടമുണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, മുൻകൈ എടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ മോട്ടിവേഷൻ ഉണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഡയറക്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റിംഗ് എവിടുന്നാണ് വരിക? ഒരു സ്ഥാപനത്തിൻ്റെ മുകൾ തട്ടിൽ നിന്നും, ടോപ്പ് ലെവലിൽ നിന്നും താഴെ തട്ടിലേക്കാണ് ഡയറക്റ്റിംഗ് വരുന്നത്. അതുപോലെ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ വ്യവഹാരം, അല്ലേ? ബിഹേവിയർ എന്ന് വെച്ചാൽ വ്യവഹാരം, മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ വ്യവഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ആണ്. ഇതൊന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല, എന്നാൽ നമ്മൾ ജസ്റ്റ് നോക്കി പോവാണ്. ഡയറക്ഷൻ ഇനീഷ്യേറ്റ് ആക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുന്ന എവിടെയാണ്? ഡയറക്റ്റിങ്ങിലാണ്. ഡയറക്റ്റ് ആൻഡ് ഇനീഷ്യേറ്റ് എംപ്ലോയീസ് എഫേർട്ട്. തൊഴിലാളികളുടെ ശ്രമങ്ങളെ, എഫേർട്ടിനെ തുടക്കം കുറിക്കുന്നത് എവിടെ വെച്ചാണ്? ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഈസ് മീൻസ് ഓഫ് എ മോട്ടിവേഷൻ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? പ്രചോദനം നൽകുവാനുള്ളൊരു മാർഗ്ഗമാണ്. തൊഴിലാളികൾക്ക് അവരുടെ പ്രവൃത്തി ചെയ്യുന്നതിന് പ്രചോദനം നൽകുന്ന ഒന്നാണ് ഡയറക്ഷൻ. അതുപോലെ സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ സ്റ്റെബിലിറ്റി, സ്ഥിരതയും സന്തുലിതാവസ്ഥയും, ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥിരതയും സന്തുലിതാവസ്ഥയും ഉറപ്പുവരുത്തണമെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കൃത്യമായ ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഫെസിലിറ്റേറ്റ് ചേഞ്ചസ്, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രചോദനമാകുന്നു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ്? പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. പരമാവധി വ്യക്തിഗതമായിട്ടുള്ള കോൺട്രിബ്യൂഷന് ഉറപ്പുവരുത്തുക. സ്ഥാപനത്തിൻ്റെ, ഓർഗനൈസേഷൻ്റെ, ഫോർ അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റിംഗ് ടെക്നിക്സ് ഷുഡ് ബി ഡിസൈൻ ടു എൻഷുർ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. ഡയറക്റ്റിങ്ങിൻ്റെ ടെക്നിക്കുകൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്തുറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരിക്കണം? ഓരോ ഇൻഡിവിജ്വലിൻ്റെയും, ഓരോ എംപ്ലോയീസിൻ്റെയും പരമാവധി കോൺട്രിബ്യൂഷൻ എന്തിലേക്ക് വരാൻ? ഈ പറയുന്ന ഡയറക്റ്റിങ്ങിലേക്ക്, ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒരു ലക്ഷ്യം മറ്റൊരു ലക്ഷ്യത്തെ, അതായത് ഒരു താല്പര്യം മറ്റൊരു താല്പര്യത്തെ ഹനിക്കുന്നതാകരുത്. പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റുകൾ, ഓർഗനൈസേഷണൽ ഗോൾസ്, പേഴ്സണൽ ഗോൾസൊക്കെ ഉണ്ടാവും. ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ്? എ സബോർഡിനേറ്റ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഒരു മേധാവിയിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റിന് ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ലഭിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അല്ലേ, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലീഡർഷിപ്പ്, പ്രധാനമായിട്ടും ലീഡർഷിപ്പാണ് വേണ്ടി, അല്ലേ? ലീഡർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡയറക്ഷനിൽ. എന്ത് ചെയ്യും? മുൻകൈ എടുക്കുക. ഒരാൾ മുൻകൈ എടുക്കും, ലീഡർഷിപ്പ് എടുക്കും കാര്യങ്ങൾ ചെയ്യുന്നതിന്. മാനേജറായിരിക്കും എന്ത് ചെയ്യുക? ലീഡറായിട്ട് പ്രവർത്തിക്കുക. എല്ലാവരെയും നയിക്കുന്ന വ്യക്തി ആരായിരിക്കും? എല്ലാ തൊഴിലാളികളെയും, എല്ലാ പ്രവർത്തനങ്ങളെയും നയിക്കുന്ന വ്യക്തി മാനേജറായിരിക്കും. ലീഡർ ആരായിരിക്കും? നയിക്കുന്ന വ്യക്തി മാനേജറായിരിക്കും. അതാണ്. പിന്നെ ഫോളോ ചെയ്ത് പോവാണ്. പിന്നെ നമുക്കതിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷനാണ്. എന്തെല്ലാം ഘടകങ്ങളാണ് ഡയറക്ഷനിലുള്ളത്? ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. സൂപ്പർവിഷന്, മോട്ടിവേഷന്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് സൂപ്പർവിഷൻ എന്ന് നോക്കാം. എന്താണ് സൂപ്പർവിഷൻ? സൂപ്പർവിഷൻ എന്നാൽ the term supervision is derived from two Latin words.
2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് സൂപ്പർവിഷൻ എന്ന വാക്ക് വന്നിട്ടുള്ളത്. സൂപ്പർ പ്ലസ് വിഷൻ. സൂപ്പർ മീൻസ് ഓവർ, വിഷൻ മീൻസ് ലുക്കിംഗ് ഓവർ. ദസ് ഓർഡിനറി സെൻസ് സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് ദ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയെ ഓവർസീ ചെയ്യുന്ന, ഒരു പ്രവൃത്തിയെ ഓവർസീ ചെയ്യുന്നതാണെന്ത് സൂപ്പർവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് ദി സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്. സബോർഡിനേറ്റ്സിൻ്റെ താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലിയെ സൂപ്പർവൈസ് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക, അതിനെ നോക്കി നടത്തുക, ആ ഒരു പ്രവൃത്തിയാണെന്ത് ഓവർസീ ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേരാണെന്ത് സൂപ്പർവൈസർ എന്നുള്ളത്. സൂപ്പർവൈസറെ മറ്റ് പേരുകളിലും അറിയപ്പെടും. ഫോർമാന്, ഓവർസിയർ, സൂപ്പറിൻറ്റൻറ്റ്, സെക്ഷൻ ഓഫീസർ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ എന്തിനാണ് ഈ സൂപ്പർവിഷൻ ഉള്ളത്? ഓവർസീയിങ് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. സബോർഡിനേറ്റ്സ് ചെയ്യുന്ന താഴെക്കിടയിലുള്ള ആളുകൾ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ജോലിയെ ഓവർസീ ചെയ്യുക, നോക്കി മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണെന്ത് സൂപ്പർവൈസർ ചെയ്യുന്നത്, അല്ലേ? അത് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണിത് ചെയ്യുന്നത്? ഒരു സബോർഡിനേറ്റ് തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ശരിയായ രീതിയിലാണോ ചെയ്യുന്നത് എന്ന് കണ്ടെത്തുന്നതാണ് ഇവിടെ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ, എന്താണ് പ്രാധാന്യം എന്നുള്ളതാണ്. ഒന്നാമത്തെ ലെയ്സൺ ബിറ്റ്വീൻ വർക്ക് ആൻഡ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ എന്ത് ചെയ്യുക, നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ ഈ സൂപ്പർവിഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ അവിടെയുള്ള വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർവൈസർ. അതുകൊണ്ട് തന്നെ മാക്സിമം കാര്യക്ഷമമായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ വസ്തുക്കളെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ, ഒരു സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു, എല്ലാ വർക്കേഴ്സുമായിട്ടും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് സൂപ്പർവൈസേഴ്സ്. ശ്രദ്ധിക്കുക, സൂപ്പർവൈസേഴ്സ് ഹാവ് ദ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് വർക്കേഴ്സ്. ഒരു കമ്പനിയിലെ, ഒരു ഓർഗനൈസേഷനിലെ വർക്കേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസേഴ്സിന് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ, സ്ഥാപനത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കുന്നു. പിന്നെ ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിന് കാര്യങ്ങൾ, അവരുടെ പെർഫോമൻസിനെ കുറിച്ച്, അവരെങ്ങനെയാണ്, അവരുടെ പ്രവൃത്തി മോശമാണോ അല്ലയോ, ഒരു എംപ്ലോയി നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ മോട്ടിവേഷൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സൂപ്പർവൈസേഴ്സിന് മോട്ടിവേറ്റ് ചെയ്യാം. ജോലി ശരിയായ രീതിയിൽ ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, മോട്ടിവേഷൻ കൊടുക്കാം. സൂപ്പർവൈസേഴ്സ് ക്രിയേറ്റ് എൻതൂസിയാസം ആൻഡ് ടീം സ്പിരിറ്റ് എമംഗ് ദി വർക്കേഴ്സ്. ഒരു വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സൂപ്പർവൈസർക്ക് സഹായിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, മൊത്തത്തിലുള്ള ഒരു വളർച്ചയും ഡെവലപ്മെൻറ്റും എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്താനും സൂപ്പർവൈസർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൂപ്പർവൈസിങ്. സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സൂപ്പർവൈസർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, തൻ്റെ താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലിയെ കൃത്യമായി നോക്കി മനസ്സിലാക്കുക, അവരുടെ ജോലിയെ കൺട്രോൾ ചെയ്യുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഒക്കെയല്ലേ? അതാണ് കേട്ടോ. അടുത്തതാണ് മോട്ടിവേഷൻ, പ്രചോദനം നൽകുക. പ്രചോദനം വേണം, അല്ലേ? പ്രചോദനം നിർബന്ധമാണ്, അല്ലേ? ഒരു എംപ്ലോയീസിന് പ്രചോദനമില്ലാതെ അവർ ജോലി ചെയ്യില്ല. പണത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രചോദനം നൽകാം. ദ വേർഡ് മോട്ടിവേഷൻ ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് മോട്ടീവ്. മോട്ടീവ് എന്ന വാക്കിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന വേർഡ് വന്നിട്ടുള്ളത്. മോട്ടീവ് മീൻസ് നീഡ്സ്, വാൺസ്, ഡ്രൈവ്സ്, ഇമ്പൾസസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളൊക്കെയാണ് എന്തറിയപ്പെടുന്നത്, മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. മോട്ടിവേഷൻ ഈസ് മെൻ ഫോർ ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാനുഷിക വ്യവഹാരത്തെ, മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്വാധീനിക്കുന്ന, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മോട്ടിവേഷൻ. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം കിട്ടുമെന്നുള്ളത് ഒരു മോട്ടീവാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പ്രചോദനം എന്താണ്, നമുക്ക് എന്താണ് നമ്മൾ പ്രചോദിപ്പിക്കുന്നത്, വൈകുന്നേരം നമുക്ക് ശമ്പളം കിട്ടുമെന്നുള്ളതാണ്, അല്ലേ? അതാണ് പറയുന്നത്. ഓക്കെ, അതായത് പ്രധാനമായിട്ടും മോട്ടിവേഷനിൽ വരുന്ന എന്താണ്, ഇന്നർ ഫീലിങ്സാണ്. നമ്മൾ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഓരോ ഫീലിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും സംതൃപ്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇന്നർ ഫീലിംഗ് ആണ് എന്ത് എന്നറിയപ്പെടുന്നത്
ഈ പറയുന്ന മോട്ടിവേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾ. മോട്ടിവേഷനാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, പ്രേരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെ പ്രവൃത്തി ചെയ്താൽ എന്താ കിട്ടുക? ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. ഓരോ വ്യക്തിയുടെയും അവർ ഡിസയർ ചെയ്യുന്ന, അവരാഗ്രഹിക്കുന്ന, അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കുന്ന, സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത് മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. പലപ്പോഴും മോട്ടീവ്സൊക്കെ മാറാറുണ്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ എന്താ? ഇന്നർ സ്റ്റേറ്റ്, ആന്തരിക അവസ്ഥയാണ് മോട്ടീവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ. അതുപോലെ ഇമ്പൾസ്, എനർജിയൊക്കെയാണ്. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കാണ്. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെക്നിക്കാണ്, യൂസ്ഡ് ടു ഒരു പ്രോസസ്സാണ്. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ്സ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രക്രിയയാണ് ഫോർ സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. ലക്ഷ്യങ്ങൾ, ചില ഡിസൈർഡ് ആയിട്ടുള്ള ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികളെ എന്ത് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണെന്ത് മോട്ടിവേഷനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. മോട്ടിവേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റേഴ്സ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കാണ്. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഇത് മോട്ടിവേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ശമ്പളം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. ഒരു സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തി, അയാൾ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യും. കാരണം അയാൾക്ക് സാലറി കിട്ടണം. സാലറി കിട്ടുമെന്നുണ്ടെങ്കിൽ, നല്ലൊരു സാലറി കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ല ജോലി അയാൾ ചെയ്യും. അതുപോലെ തന്നെ പ്രമോഷൻ, അയാൾ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ അയാൾ നല്ലവണ്ണം പ്രചോദിതനാവുകയും അയാൾ നല്ലവണ്ണം മോട്ടിവേറ്റ് ആവുകയും നല്ലവണ്ണം ജോലി എടുക്കുകയും ചെയ്യും. അതുപോലെ റെക്കഗ്നിഷൻ, അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പരിഗണന കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ബോണസ് പേയ്മെൻറ്റ്, ഓണത്തിനൊക്കെ കിട്ടില്ല ബോണസ്, അതുപോലെയുള്ള ബോണസ് പേയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മോട്ടിവേഷൻ്റെ പ്രത്യേകത, ഫീച്ചേഴ്സാണ് പറയുന്നത്. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ. ഒരു വ്യക്തികളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ആന്തരികമായിട്ടുള്ളൊരു അവസ്ഥയാണ്, ഫീലിംഗ് ആണ്. വിച്ച് എനർജൈസ് പേഴ്സൺ ടു വർക്ക് ഡൺ. ഇതെന്തിനു സഹായിക്കുന്നു? ഒരു വ്യക്തിയെ ഒരു പ്രവൃത്തി ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് എനർജൈസ് ചെയ്യുന്നു. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ ഫിനോമിനനാണ്, മാനസികമായിട്ടുള്ള ഒരു ഫിനോമിനൻ, ഒരു അവസ്ഥ, അല്ലെ, ഒരു പ്രതിഭാസമാണ് സത്യത്തിൽ മോട്ടിവേഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ മോട്ടിവേഷൻ കണ്ടിന്യൂസും അതുപോലെ കോംപ്ലക്സുമായിട്ടുള്ള പ്രക്രിയയാണ്. മോട്ടിവേഷൻ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ കോംപ്ലക്സ്, വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതുപോലെ മോട്ടിവേഷൻ ചിലപ്പോൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ, രണ്ട് കൂട്ടർ നമ്മുടെ മുന്നിലുണ്ടാവും. ഒന്ന് നെഗറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, നീ അത് ചെയ്യേണ്ട, അത് ചെയ്താൽ നന്നാവില്ല, നിനക്കത് കിട്ടില്ല എന്ന് പറയുന്ന മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകളുണ്ടാവും സ്ഥാപനത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ. അതുപോലെ തന്നെ എന്ത് ചെയ്യും? പോസിറ്റീവ് ഉണ്ടാവും, നിന്നെക്കൊണ്ട് കഴിയും, നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ നൽകുന്നതുണ്ടാവും. എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട മോട്ടിവേഷൻ ഏതാണ്? പോസിറ്റീവ് മോട്ടിവേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അത് അല്ലെങ്കിൽ പോസിറ്റീവ് മോട്ടിവേഷൻ എക്സാമ്പിളാണ് ഒരു സ്ഥാപനത്തിൽ പ്രമോഷന്, പിന്നെ ഇൻസെൻറ്റീവ്, ബോണസൊക്കെയാണ് പോസിറ്റീവ് മോട്ടിവേഷൻ. അതുപോലെ നെഗറ്റീവ് മോട്ടിവേഷൻ എക്സാമ്പിളാണ് ഡിമോഷൻ, ട്രാൻസ്ഫർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ മോട്ടിവേഷൻ്റെ ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ടും പറയുന്നത് അൺസാറ്റിസ്ഫൈഡ് നീഡ്. അൺസാറ്റിസ്ഫൈഡ്, നമുക്ക് ഇതുവരെ സാറ്റിസ്ഫൈ ചെയ്യാത്ത, സംതൃപ്തി കിട്ടാത്ത ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിൽ നിന്നും ടെൻഷൻ ഉണ്ടാവും, അതിൽ നിന്നും ഡ്രൈവ്, ഒരു ത്വര എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സെർച്ച് ബിഹേവിയർ ഉണ്ടാവും. അതിൽ നിന്ന് ആ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ഒരു ആഗ്രഹത്തെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ടെൻഷൻ കുറയും എന്നുള്ളതാണ്. അൺസാറ്റിസ്ഫൈഡ് ആണ്, മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലേ? ആ ആഗ്രഹങ്ങൾ നേടണം എന്നുള്ള ഒരു ത്വര, ഒരു ഡ്രൈവ്, ഒരു ഏർജ് നമ്മുടെ ലൈഫിലുണ്ടാവും. അതാണ് സത്യത്തിൽ മോട്ടിവേഷനിലേക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷനാണ്. ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. ഒരു സംശയവുമില്ല, ഒരു സ്ഥാപനത്തിൽ കുറച്ച് ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്കാരൻ
അയാൾ അതിൽ സംതൃപ്തനല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ പ്രവൃത്തിയിൽ അത് നമുക്ക് പ്രതിഫലിക്കും. അതുപോലെ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ്, ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻ, സ്ഥാപനത്തിൻ്റെ അകത്തെ റിലേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ റിഡ്യൂസിങ് എംപ്ലോയീസ് ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം, അതായത് തൊഴിലാളികളെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുന്നതിന്, ആബ്സെൻറ്റീസം ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പിന്നെ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷനിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ്. എബ്രഹാം എച്ച് മാസ്ലോയുടെ, അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എബ്രഹാം എച്ച് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി എന്നറിയപ്പെടുന്നത്. ഹ്യൂമൻ നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, മാസ്ലോ വിവിധ ഘട്ടങ്ങളായിട്ട് എന്ത് ചെയ്തു, തരംതിരിച്ചു. അക്കോർഡിംഗ് ടു ഹിം ക്ലാസിഫൈഡ് 5 കാറ്റഗറീസ്, ഓരോന്നും 5 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. ഓക്കെ, അതായത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹ്യൂമൻ നീഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ എബ്രഹാം മാസ്ലോ ഒരു പിരമിഡ് തയ്യാറാക്കി. അതിൽ തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് തരംതിരിച്ചു, കാറ്റഗറൈസ് ചെയ്തു. ഒന്നാമത്തേതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്. മൂന്നാമത് സോഷ്യൽ നീഡ് ഓർ അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്നെസ് നീഡ്സ് ആണ്. നാലാമത്തെ എസ്റ്റീം നീഡ്സ് ഓർ സ്റ്റാറ്റസ് നീഡ്സ്. അഞ്ചാമത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഒന്നാമത്തെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബേസിക് നീഡ്സ് ആണ്. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വെള്ളം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് ബേസിക്കായിട്ട് കിട്ടുന്ന സാലറി, അയാൾക്ക് ബേസിക്കായിട്ട് കിട്ടുന്ന അടിസ്ഥാന ശമ്പളം ഉണ്ടാവും. ആ ശമ്പളം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുവാൻ സാധിക്കും. പിന്നെ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ദിസ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ഡേഞ്ചർ ഓർ ഫോർ എക്കണോമിക് സെക്യൂരിറ്റി. സാമ്പത്തികമായിട്ടോ വ്യക്തിപരമായിട്ടോ ഉള്ള സേഫ്റ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ സെക്യൂരിറ്റി ആണെങ്കിൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫയർ, ആക്സിഡൻറ്റ്, എക്കണോമിക് സെക്യൂരിറ്റി, ഇതൊക്കെയാണ്. ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് എക്സാമ്പിൾ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫയർ, തീയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ ആക്സിഡൻറ്റിൽ നിന്നുള്ളത്. എക്കണോമിക് സെക്യൂരിറ്റി ആണ് എന്താ, ജോബ് സെക്യൂരിറ്റി, തൊഴിലിന് സംരക്ഷണം ഉറപ്പുവരുത്തുക, വരുമാനത്തിന് ഉറപ്പുവരുത്തുക, അതുപോലെ പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ് ഒക്കെയാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ നീഡ്സാണ് സോഷ്യൽ നീഡ്സ് എന്നറിയപ്പെടുന്നത്. ദിസ് മീൻസ് അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, അക്സെപ്റ്റൻസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. സോഷ്യലായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ട നീഡ്സ് ഒരു വ്യക്തിക്ക് വേണം, ഉറപ്പല്ലേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ, ഭക്ഷണവും കാര്യങ്ങളും സേഫ്റ്റിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അയാൾക്ക് സമൂഹവുമായിട്ട് ഇടപഴകണം. സമൂഹത്തിൽ എന്ത് ചെയ്യണം, ആളുകളുമായിട്ട് ഇടപഴകുന്നതിനുള്ള ഒരു നീഡ്സ് ഉണ്ടാവും. പിന്നുള്ളതാണ് ഇത് എസ്റ്റീം നീഡ്സ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയും. എസ്റ്റീം നീഡ്സ് പറഞ്ഞാൽ എന്താ, ദീസ് നീഡ്സ് കൺസിസ്റ്റ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ്, ഡിസയർ ഫോർ പേഴ്സണൽ വെർത്ത് ആൻഡ് ഡിഗ്നിറ്റി, ഓട്ടോണമി, സ്റ്റാറ്റസ്, റെപ്യൂട്ടേഷൻ. അതായത് ഒരു പ്രസ്റ്റീജ്, ഒരു പ്രൗഢി, ഒരു നല്ല നില, സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം, ഇതൊക്കെ കിട്ടുന്നതാണ് എസ്റ്റീം നീഡ്സ് എന്നറിയപ്പെടുന്നത്. അവസാനത്തേതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നറിയപ്പെടുന്നത്. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് പറഞ്ഞാൽ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഈസ് ദ ഹയർ ഓർഡർ. ഇറ്റ് ഈസ് ഫൗണ്ട് എ പേഴ്സൺ ഹൂസ് ഫസ്റ്റ് 4 നീഡ്സ് ഹാവ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. അതായത് എബ്രഹാം മാസ്ലോയുടെ പിരമിഡ് നീഡ് ഹൈറാർക്കി തിയറിയിലെ ഈ ഹൈറാർക്കിയിലെ ആദ്യത്തെ 4 ഘട്ടങ്ങളും പൂർത്തീകരിച്ച വ്യക്തിയാണ് ആര്? എന്നിട്ട് വ്യക്തി ആദ്യത്തെ 4 കഴിഞ്ഞ വ്യക്തിയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ശ്രീ ബുദ്ധനെ നമുക്കങ്ങനെ പറയാം, അല്ലേ? ശ്രീ ബുദ്ധനെ നമുക്കങ്ങനെ പറയാം. സെൽഫ് ആക്ച്വലൈസേഷൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊന്നും ഇല്ല. പരമാർത്ഥമായി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നേടിയെടുക്കുന്ന ആളുകളാണ് അവർ. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. എബ്രഹാം മാസ്ലോയുടെ തിയറി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവൊക്കെ എന്ത് ചെയ്യും, പലപ്പോഴും തൊഴിലാളികൾക്ക് കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുകൾ പെട്ടതാണ് അലവൻസുകൾ കൊടുക്കുക, ശമ്പളം കൊടുക്കുക, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ് കൊടുക്കുക, ബോണസ് കൊടുക്കുക,
അതുപോലെ കോ പാർട്ട്ണർ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പെർക്വിസിറ്റ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. നോൺ ഫിനാൻഷ്യലിൽ വരുന്നതാണ് ഏത്? സ്റ്റാറ്റസ്, അംഗീകാരം, റെക്കഗ്നിഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോലിയിൽ കുറച്ച് കാര്യങ്ങൾ കൂട്ടിക്കൊടുക്കുക, ജോലിയിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ട് കൊടുക്കുക, കരിയർ അഡ്വാൻസ്മെൻറ്റ്, കരിയർ അഡ്വാൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അതുപോലെ ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷനൊക്കെ ഉറപ്പുവരുത്തുക. പിന്നെ വരുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം. ഡയറക്റ്റിങ്ങിലെ മൂന്നാമത്തതാണ് ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ് അല്ലേ? ലീഡർ എന്ന് വെച്ചാൽ ആരാണ്? നയിക്കുന്ന, മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് അല്ലേ? ലീഡർഷിപ്പ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽ ആർ എക്സ്പെക്റ്റഡ് ടു ബി ലീഡേഴ്സ് ടു ദെയർ സബോർഡിനേറ്റ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മാനേജ്മെൻറ്റിലെ എല്ലാ ലെവലിലുള്ള മാനേജേഴ്സും എന്ത് ചെയ്യണം? ലീഡേഴ്സ് ആയിരിക്കണം, അവർ നയിക്കുന്നവരായിരിക്കണം, സബോർഡിനേറ്റ്സിനെ നയിക്കുന്നവരായിരിക്കണം. അവരായിരിക്കണം മുന്നിൽ നയിക്കേണ്ടത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് സീൽ എമംഗ് ദി പീപ്പിൾ. അതായത് ആളുകളുടെ ഇടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ലീഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ പറയാം അല്ലേ? നരേന്ദ്രമോദി സത്യം പറഞ്ഞ ലീഡറാണ്, പിണറായി വിജയൻ ഒരു ലീഡറാണ്, ഉമ്മൻചാണ്ടി ഒരു ലീഡറാണ് അല്ലേ? അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ള ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് പറയാം. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എബിലിറ്റിയാണ്, അതൊരു കഴിവാണ്. ഓഫ് എ മാനേജർ, ഒരു മാനേജറുടെ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റിനെ പ്രേരിപ്പിക്കാനുള്ളൊരു കഴിവാണ്. ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ. കൂൺസ് ഓ ഡൊണൽ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രദ്ധിക്കാൻ, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാനേജറുടെ കഴിവാണ്. അയാൾക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം? ടു ഇൻഡ്യൂസ് ദ സബോർഡിനേറ്റ്സ്, തൊഴിലാളികളെ, സബോർഡിനേറ്റ്സിനെ, തൻ്റെ കീഴിലുള്ള ആളുകളെ പ്രേരിപ്പിക്കുവാനുള്ള, ടു വർക്ക് ചെയ്യുവാനുള്ള, ആത്മവിശ്വാസത്തോടു കൂടി തൊഴിലാളികൾക്ക് ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഴിവ് ഒരു മാനേജർക്ക് ഉണ്ടായാൽ അയാൾ ലീഡർഷിപ്പുള്ള ആളാണ്. എ ലീഡർ ഈസ് വൺ ഹൂ ഗൈഡ്സ് ആൻഡ് ഡയറക്റ്റ് അതർ പീപ്പിൾ ബൈ ഗിവിങ് എഫേർട്സ്, ഡയറക്ഷൻ ആൻഡ് പർപ്പസ്. ഇപ്പോൾ ലീഡർ എന്ന് വെച്ചാൽ അയാൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന, ഡയറക്ഷൻ നൽകുന്ന വ്യക്തിയായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ എഫേർട്ട് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതകൾ. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റിയാണ് ഒരു വ്യക്തിയുടെ. മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, മറ്റുള്ളവരിൽ മറ്റുള്ള വ്യക്തികളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നൊരു വ്യക്തിയുടെ കഴിവാണ് ലീഡർഷിപ്പ് എന്നറിയപ്പെടുന്നത്. ലീഡർഷിപ്പ് ട്രൈ ടു ബ്രിങ് ചേഞ്ച് ഇൻ ദി ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വ്യവഹാരത്തിൽ, സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ ലീഡർഷിപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇൻ്റർപേഴ്സണൽ റിലേഷൻ ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ലീഡേഴ്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും ഇടയിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ സിറ്റുവേഷനാണ്, സാഹചര്യത്തിനനുസരിച്ച് ലീഡർഷിപ്പ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? മഹാത്മാഗാന്ധി ഒരു ലീഡറാണ് അല്ലേ? 1857 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ തുടങ്ങിയില്ലേ? എന്നിട്ടും എന്ത് ചെയ്തു? ഇന്ത്യയിൽ കാര്യമായൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. പിന്നീട് ആര് വന്നിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്? മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി അതിനുശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് നടന്നിട്ടുള്ളത്. ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ. ഒരു സ്ഥാപനത്തിൽ മോട്ടിവേഷനും മൊറൈലൊക്കെ വർദ്ധിപ്പിക്കുന്നു. ക്രിയേറ്റിംഗ് കോൺഫിഡൻസ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പിന്നെ യൂണിഫൈയിങ് എഫേർട്സ് ഓഫ് ഇൻഡിവിജ്വൽ, തൊഴിലാളികളുടെ ശ്രമങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു. പിന്നെ കോഓപ്പറേഷൻ, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. സബോർഡിനേറ്റ്സിന് ട്രെയിനിങ് എല്ലാം ഉറപ്പുവരുത്തുന്നു. പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. നല്ലൊരു ലീഡർക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ഫിസിക്കൽ ഫീച്ചേഴ്സ്, നല്ല ഒത്ത ശരീരവും ഇതുള്ള കഴിവൊക്കെ ഉള്ള, അപ്പിയറൻസിലൊക്കെ നല്ലതുള്ള ആളായിരിക്കണം. നല്ല അറിവുണ്ടായിരിക്കണം. അതുപോലെ ക്രിയേറ്റീവ് എബിലിറ്റി, സർഗാത്മകമായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ സ്കില്ല് ഉണ്ടായിരിക്കണം. മോട്ടിവേഷൻ സ്കില്ല്, സെൽഫ് കോൺഫിഡൻസ്, സ്വയം കോൺഫിഡൻസ് ഉള്ള, ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരു വ്യക്തിക്ക് ആത്മവിശ്വാസം നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, വൈകാരികമായ സ്ഥിരത ഉണ്ടാവണം. അല്ലാതെ പെട്ടെന്ന് കരയുന്ന, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് ചിരിക്കുന്ന ആളുകൾക്കൊന്നും എന്തിനു പറ്റില്ല? ലീഡറാവാൻ പറ്റില്ല. അതുപോലെ സോഷ്യൽ സ്കില്ല് ഉണ്ടായിരിക്കണം, എംപതി ഉണ്ടായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ലീഡർഷിപ്പ് പലതരത്തിലുണ്ട്. പ്രധാനമായും 3 തരത്തിലാണ്. 1 ഓട്ടോക്രാറ്റിക് ആണ്, 2 ഡെമോക്രാറ്റിക് ആണ്, 3 ലേസസ് ഫയർ ആണ്. ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ എന്താ?
ഓട്ടോക്രാറ്റിക് ലീഡർ ഗിവ്സ് ഓർഡേഴ്സ് ആൻഡ് എക്സ്പെക്ട് ഹിസ് സബോർഡിനേറ്റ്സ് ടു ഒബേ ഓർഡേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓട്ടോക്രാറ്റിക് ലീഡറുടെ പ്രത്യേകത, അയാൾ ഓരോ ഓർഡറുകൾ ഇറക്കും അല്ലേ, ഓരോ തീരുമാനങ്ങൾ എടുക്കും. അത് ആരനുസരിച്ചിരിക്കണം? സബോർഡിനേറ്റ്സ് അത് അനുസരിച്ചിരിക്കണം. ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് വെച്ചാൽ ആരാണ്? ദ ലീഡർ പാർട്ടിസിപ്പേറ്റ് സബോർഡിനേറ്റ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ലീഡേഴ്സ് എന്ത് ചെയ്യുന്നു? ലീഡറും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സബോർഡിനേറ്റ്സിൻ്റെ കൂടെ. എന്തിന്? ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാൾക്കാർക്കും പരസ്പരം എന്ത് ചെയ്യുന്നു? എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ലേസസ് ഫെയർ എന്ന് വെച്ചാൽ എന്താ? ലീഡർ ഡെലിഗേറ്റ്സ് കംപ്ലീറ്റ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ്. ലേസസ് ഫെയർ ലീഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലീഡർ അയാളുടെ എല്ലാവിധ അധികാരങ്ങളെയും തൻ്റെ സബോർഡിനേറ്റ്സിന്, താഴെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? വീതിച്ചു കൊടുക്കുന്ന രീതിയാണിത്. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്നറിയപ്പെടുന്നു. ആശയവിനിമയം ഒരു സ്ഥാപനത്തിൽ, ഒരു ഡയറക്ഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലിയെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ആശയവിനിമയം, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ള എവിടെ നിന്നൊക്കെയാണ്? കമ്മ്യൂണിസ് എന്ന വാക്കിൽ നിന്നാണ്. ലാറ്റിൻ വേർഡ്, അതിൻ്റെ അർത്ഥം കോമൺ എന്നുള്ളതാണ്. ഓക്കെ, കോമൺ എന്നുള്ള അർത്ഥമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഓർഗനൈസേഷനിൽ. കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനീഷൻ പറയുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്, ഐഡിയ, ഒപ്പീനിയൻ ആൻഡ് ഇമോഷൻസ് വിത്ത് ടു പേഴ്സൺ. രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും വസ്തുതകളോ ആശയങ്ങളോ ഒപ്പീനിയൻസോ ഇമോഷൻസോ ഒക്കെ ഷെയർ ചെയ്യുന്നതിനെയാണെന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ മിനിമം 2 ആളുകൾ വേണം. അതായത് സെൻഡറും റിസീവറും. ഒരു ആശയവിനിമയത്തിൽ മിനിമം 2 പേര് വേണം, സെൻഡർ, റിസീവർ. സെൻഡർ എന്ന് വെച്ചാൽ ആരാണ്? ഒരാശയത്തെ അയച്ചു കൊടുക്കുന്ന ആൾ. റിസീവർ പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന വ്യക്തി. അതുപോലെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ 2 വേ പ്രോസസ്സായിരിക്കണം. അതായത് ഒന്ന് അങ്ങോട്ട് കൊടുക്കാനും ഒന്ന് ഇങ്ങോട്ടും ഉണ്ടാവും. അതുപോലെ ഫോർമലും ഇൻഫോർമലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഔപചാരികവും അനൗപചാരികമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രക്രിയ എന്ന് പറയുമ്പോൾ സെൻഡറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു മെസ്സേജ് പോകുന്നു. മെസ്സേജ് എന്ത് ചെയ്യുന്നു? അതാദ്യം എൻകോഡ് ചെയ്യും. എൻകോഡ് ചെയ്യാനാൽ വേറെ ഫോർമാറ്റിലേക്ക് മാറ്റും. എന്നിട്ട് മെസ്സേജ് പോവും. പിന്നെ അത് ഡീകോഡ് ചെയ്ത് ആരിലേക്കെത്തും? റിസീവറിലേക്കെത്തും. തിരിച്ചെന്ത് ചെയ്യുന്നു? അത് വീണ്ടും ഇയാളിലേക്ക് തന്നെ എത്തുന്നു. അങ്ങനെയാണ് വരുന്നത്. സെൻഡർ, മെസ്സേജ് ഓർ ഐഡിയ, എൻകോഡിങ്. എൻകോഡ് ചെയ്യാനാൽ അതിൻ്റെ ഫോമാറ്റ് മാറ്റുക, സിമ്പിളിലേക്ക് മാറ്റുക. പിന്നെ മീഡിയ ഒരു ചാനൽ വഴിയാണ് പോവുക. അതുപോലെ റെക്കോർഡ് ചെയ്യും. പിന്നെ റിസീവർ സ്വീകരിക്കും, ഫീഡ്ബാക്ക് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട്. ഫോർമൽ എന്ന് വെച്ചാൽ ഔപചാരികമായി ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഘടനാപരമായിട്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് അനൗപചാരികമായിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ സ്റ്റുഡൻസൊക്കെ തമ്മിൽ ചെയ്യുന്നത് പോലെയാണ് അത്. അപ്പോൾ പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അറ്റൻഷൻ ട്രാൻസ്മിഷൻ സമയത്തുള്ളത്, അതുപോലെ ഓർഗനൈസേഷൻ്റെ പോളിസി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പ്രധാനമായും ലീഡർഷിപ്പാണ് സിലബസിൽ തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക.